എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കുറച്ച് മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു 2 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. മാങ്ങ നമ്മൾ ഈ ഒരു അളവിലാണ് കട്ട് ചെയ്ത് വെക്കേണ്ടത്. ഞാൻ കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് ഇനി ബാക്കിയും കൂടെ കട്ട് ചെയ്ത് എടുക്കാം. മാങ്ങ എല്ലാം കട്ട് ചെയ്തെടുത്ത് അതിനകത്ത് കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് 2 മണിക്കൂർ അടച്ച് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ദിവസം ഇതൊന്ന് വെയിലത്ത് വെച്ചൊന്ന് വാട്ടിയെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരുന്ന മാങ്ങയിൽ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ഇട്ട് നല്ലപോലെ ഇളക്കി 2 മണിക്കൂർ വെച്ചതിന് ശേഷം ഇപ്പം അത് എടുത്തത്. ഇനി ഇത് നമുക്ക് ഒരു ദിവസം ഒന്ന് വെയിലത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരു ദിവസത്തെ വെയിൽ കൊള്ളാൻ വേണ്ടി ഞാനത് വെയിലത്തിട്ടിരുന്ന് ജലാംശമൊക്കെ വറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ വാടി. ഇനി നമുക്കിത് അച്ചാറാക്കിയെടുക്കാം. മാങ്ങ അച്ചാറിന് വേണ്ടി നമുക്ക് മസാല തയ്യാറാക്കാം. ഞാൻ ഒരു പിടി ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ കടുക്, കടുകിൻ്റെ പരിപ്പ് കിട്ടുവാണെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ നമുക്ക് പരിപ്പൊന്നും കിട്ടിയില്ല, കടുകാണ്, അത് തൊലിയോട് കൂടിയുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഉലുവയും കൂടെ ചേർക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉലുവ. അപ്പോൾ ഇത്രയും സാധനം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് തരിതരിയായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ചീനിച്ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള സാധനമെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ എപ്പോഴായാലും ഇത് ഇങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇത് സാവകാശം ഇങ്ങനെ മുരിച്ചെടുക്കണം. 2 കിലോ മാങ്ങയുടെ മസാലയുടെ അളവാണ് ഈ കാണിച്ചിരിക്കുന്നത്. സാവകാശം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മസാലയൊക്കെ നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എപ്പോഴും നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചേ ചെയ്യാവുള്ളൂ. അപ്പം നമ്മുടെ പരുവത്തിനത് റോസ്റ്റായി കിട്ടും, ഒന്നും കരിഞ്ഞു പോകത്തില്ല. നമ്മൾ റോസ്റ്റ് ചെയ്ത മസാല നമ്മൾ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഇതൊന്ന് തരിതരിയായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നല്ല തരിതരിയായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ട് കൂടുതലങ്ങ് പൊടിഞ്ഞു പോകരുത്. മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി ഇനി നമുക്കതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണ ഇല്ലെങ്കിൽ കടുകെണ്ണ ആയാലും മതി. ഞാനിപ്പോൾ എള്ളെണ്ണയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് 200 ഗ്രാം എണ്ണയുണ്ട്. വീണ്ടും ഒരു 100 ഗ്രാം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഒരു 300 ഗ്രാം എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒഴിച്ചു കൊടുത്ത എണ്ണ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ മാങ്ങയിൽ ഉപ്പ് ചേർത്താണ് ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ചത്. അപ്പോൾ മാങ്ങയിൽ നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇത് അരപ്പേ പിടിക്കാൻ വേണ്ടി മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത മുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ മസാലക്കൂട്ടിട്ട് കൊടുക്കാം.
എന്നിട്ട് വീണ്ടും ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ കടുക് നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. കടുകിൻ്റെ പരിപ്പ് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും, പക്ഷേ എനിക്ക് അത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കടുക് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഈ മാങ്ങാച്ചാറിലേക്ക് ചേർക്കാൻ കുറച്ച് കായം കൂടി വേണം. ഇത് നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുത്ത് പൊടിച്ചെടുക്കാം. കായം ഞാൻ എണ്ണയിൽ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അച്ചാറിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്ത് ഭരണിയിലേക്ക് മാറ്റാം. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ മാങ്ങാച്ചാർ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യം ആരും മറന്നു പോകില്ലേ. നമ്മൾ അച്ചാറുകളൊക്കെ ഇങ്ങനെ പാത്രത്തിൽ നിറയ്ക്കുമ്പോൾ ഇത്രയും ഗ്യാപ്പ് ഇട്ട് വേണം നിറയ്ക്കേണ്ടത്.